പറയുകയാണെങ്കിൽ ആരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഫുൾ ആയിട്ട് പോലും കാണില്ല. വീഡിയോ ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനും തുടങ്ങിയ ഇഷ്ടം എന്ന് വെച്ചാൽ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല എന്നോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആരും കാണാത്ത സമയത്ത് വരെ നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം, എന്നാലും നമുക്കത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആസ് ന്യൂ യൂട്യൂബേഴ്സ് നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറേ വീഡിയോസ് ഇട്ട് കുറേ നമ്മൾ എഫേർട്ട് ഇട്ട് കുറേ വീഡിയോസ് ഇട്ട് പക്ഷേങ്കിൽ അതാരും കാണുന്നുണ്ടാവില്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സും കുറവായിരിക്കും. ഇപ്പം എൻ്റെ കേസ് തന്നെ പറയുന്നതാണെങ്കിൽ പിന്നെ ഇപ്പം ആസ് ഓഫ് റെക്കോർഡിങ് ദിസ് വീഡിയോ എനിക്കിപ്പം 18 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൽ പകുതിയും എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാം തന്നെയാണ്. പക്ഷേങ്കിൽ കുറച്ച് സ്ട്രേഞ്ചേഴ്സും ഉണ്ട്. പക്ഷേങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടും ആരും ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഓണസ്റ്റ്ലി പറയുന്നതാണെങ്കിൽ ആരും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഫുള്ളായിട്ട് പോലും കാണില്ല. അപ്പോൾ എന്നിട്ടും ഞാനിപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാനും വീഡിയോ ക്യാമറേൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനും തുടങ്ങിയ ഇഷ്ടം എന്ന് വെച്ചാൽ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ. എനിക്കിപ്പം ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് എടുത്തു പറയാനാണെങ്കിൽ ഞാൻ അമ്മേൻ്റെ ഒരു നോക്കിയ ഫോൺ ഉണ്ടായിരുന്നു, കീപാഡുള്ള ക്യാമറയുള്ള. അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, അത് കഴിഞ്ഞ് അമ്മേൻ്റെ ഒരു iPhone 6s ആയി. അപ്പം അതിൻ്റെ അകത്ത് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി, ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് ഈ പരിപാടി പണ്ട് മുതലേ ഇഷ്ടമാണ്. അപ്പം എനിക്ക് എൻ്റെ വീഡിയോസിന് വ്യൂസ് കിട്ടിയിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടില്ലെങ്കിലും ഞാനിങ്ങനെ വീഡിയോസ് ഇട്ടുകൊടുക്കും. കാരണം എനിക്കൊരു മടുപ്പും തോന്നില്ല. അതാണ് എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ പല യൂട്യൂബേഴ്സിനും വേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ ഈ യൂട്യൂബിലേക്ക് പൈസ വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം എന്നും പറഞ്ഞിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ആരും കാണാത്ത സമയത്ത് വരെ നമുക്കിത് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം, എന്നാലേ നമുക്കത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. ആസ് യു ക്യാൻ സീ, ഇപ്പോൾ ഞാൻ പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്ന് കാണുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ യൂഷ്വലി ഞാൻ വീട്ടിൻ്റെ മേലെ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യല്. ഇതിപ്പോൾ എൻ്റെ റൂമിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എൻ്റെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോഴും വ്യൂസ് കുറവായിട്ടും സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ടും ഞാനിപ്പോഴും വീഡിയോസ് ഇടാൻ രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ചാനലിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ എൻ്റെ തോട്ട്സും ലൈഫും ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. അതിപ്പം ആരും കണ്ടിട്ടില്ലെങ്കിലും കണ്ടാലും എനിക്ക് കുറച്ച് കഴിയുമ്പം അത് എന്താ പറയുക, എടുത്തിട്ട് തിരിച്ച് കാണുമ്പം ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാവും. അല്ലെങ്കിൽ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുക, ഇന്ന ദിവസം ഇന്നതാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ കാണിച്ചു കൊടുക്കാൻ എനിക്കൊരു പ്രൂഫ് ഉണ്ടാവും. ഇതെല്ലാം ഞാൻ എൻ്റെ വ്ളോഗ് 1 Day 1 എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ വ്ളോഗിൽ അതാരും കണ്ടിട്ടില്ല. അപ്പം അതെല്ലാം കൂടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ന്യൂ വ്യൂവേഴ്സിന് എന്താ പറയുക വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അന്ന് അത് ആരും കാണാണ്ടായി പോകാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെല്ലാം കൊടുക്കണമെന്നോ എനിക്ക് മര്യാദക്ക് അറിയില്ലായിരുന്നു. അപ്പം അതിനാകെ കിട്ടിയത് 8 വ്യൂസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, എൻ്റെ ലൈഫും തോട്ട്സും ഡോക്യുമെൻ്റ് ചെയ്യുന്നതാണ്. അതിപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം റിപ്പീറ്റിംഗ് മൈസെൽഫ്, സോറി. അതിപ്പോൾ ഇനി ആര് കണ്ടിട്ടില്ലെങ്കിലും കണ്ടാലും എനിക്ക് അത് ചെയ്യുന്ന ഞാൻ നിർത്തൂല. അത് തന്നെയാണ് പല യൂട്യൂബേഴ്സും മുന്നോട്ട് പോകാനുള്ള കാരണം. എന്നോട് ചോദിച്ചാൽ അവർക്ക് അവരുടേതായൊരു റീസൺ ഉണ്ടാവും യൂട്യൂബിൽ വരാനും എന്താ പറയുക വീഡിയോസ് ചെയ്യാൻ. മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോസ് ഇട്ട്, ഇത് ഞാൻ എൻ്റെ 1 month ഓൺ യൂട്യൂബിൽ പറഞ്ഞൊരു കാര്യം ഷോർട്ടാക്കിയിട്ട് ഞാൻ പറയാൻ പോകുന്നതാണ്. എന്നാലും നമ്മളിപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ട് ആരും കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട് അത് യൂട്യൂബ് നിർത്താൻ വിചാരിച്ചാൽ നമ്മൾ നിർത്തിയിട്ട് പോകലാണ്ടാവും. അപ്പം യൂട്യൂബ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ ഒരു
മാരത്തോൺ ആണ്, ഒരു സ്പ്രിന്റ് അല്ല. സ്പ്രിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വേഗം ഓടി അത് ഫിനിഷ് ലൈനിലെത്തി. പക്ഷെ മാരത്തോൺ അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമല്ലോ. അത് എത്ര സമയം എത്ര കിലോമീറ്റർ എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ യൂട്യൂബും എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഏത് വീഡിയോ ഇട്ടാലാണ് നമുക്ക് ഒരു അത് ക്ലച്ച് പിടിച്ച് പോവുക എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നിർത്താണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നേരത്തെ പറഞ്ഞ പോയിന്റിൽ എനിക്ക് ഈ പരിപാടി ഒരു ബോറായിട്ടോ അല്ലെങ്കിൽ ഒരു ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കൊരു തോട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എവിടെയെങ്കിലും ഒരു 100 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഒരു എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്കൊരു എന്താ പറയുക സെൽഫ് ബിലീഫ് ഉണ്ട്. നമ്മളെ തന്നെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വേറെ ഒരു നാട്ടുകാർ വന്നിട്ട് വിശ്വസിക്കാൻ വിചാരിച്ചാൽ നമ്മൾ അത് നടക്കൂലല്ലോ. അപ്പം എൻ്റെ ഇങ്ങനത്തെ റോ ടോക്സും റോ വ്ലോഗ്സും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. എന്ന് വെച്ചിട്ട് ഞാൻ ഇത് വീഡിയോന്റെ എൻഡിങ് അല്ല, ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞൊരു കാര്യത്തിന് വേറൊരു ഫ്ലിപ്പ് സൈഡും കൂടി ഉണ്ട്. എന്നോട് ചോദിച്ചാൽ ഇപ്പം നമ്മളെ ഭാഗ്യവശാൽ ഒരു വീഡിയോ വൈറലായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടുന്ന എല്ലാ നെക്സ്റ്റ് വീഡിയോസിനും ആ ഒരു വൈറാലിറ്റി പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ആ ലൂപ്പിൽ പെട്ടിട്ട് നമ്മൾ തന്നെ ഡിസപ്പോയിന്റഡ് ആവുകയുള്ളൂ. അപ്പൊ എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ നമ്മൾ ഓരോ വീഡിയോസിനും നമ്മളെ ബെസ്റ്റ് കൊടുത്തിട്ട് നമ്മളെ ബെസ്റ്റ് വീഡിയോസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാം. എന്നോട് നിങ്ങൾ ചോദിക്കുന്നതാണെങ്കിൽ നീ ഇതുവരെ ഷൂട്ട് ചെയ്തതിൽ നിന്റെ ഏറ്റവും ഫേവറേറ്റ് വീഡിയോ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അത് പറയാനൊരു ഡിസ്ക്രീറ്റ് ആയിട്ടൊരു കോൺക്രീറ്റ് ആയിട്ടൊരു ഉത്തരം ഉണ്ടാവില്ല. കാരണം ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആയിരിക്കും കറന്റ്ലി എൻ്റെ ഫേവറേറ്റ്. കാര്യം പറഞ്ഞാൽ മനസ്സിലായ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ മുന്നോട്ട് യൂട്യൂബിൽ പോയാൽ നമ്മളെ ഓരോ കണ്ടന്റും ഓരോ വീഡിയോസിൽ വെച്ചിട്ട് നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. ഇതെല്ലാം എൻ്റെ പെർസ്പെക്റ്റീവാണ്. അത് എഗ്രി ചെയ്യുക. എഗ്രി ചെയ്യാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ്സിൽ പറയാം. അപ്പോ വൈറാലിറ്റി ചൂസ് ചെയ്ത് വൺ ഹിറ്റ് വണ്ടറിന് അത് നമ്മൾ യൂട്യൂബിൽ ചേസ് ചെയ്യാൻ നിന്നാൽ നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ലൈഫിലും നമ്മൾ ചിലപ്പോൾ വീഡിയോ എത്തൂല. ഇപ്പോൾ ഇനി ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ ശരിക്കും ഫസ്റ്റ് പോയിന്റിൽ ആഡ് ചെയ്തിട്ട് പറയേണ്ട കാര്യമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോസ് കണ്ടിട്ട് നീ ശരിക്കും വ്ളോഗ് ചെയ്യുന്നില്ലാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. കാരണം എൻ്റെ ഈ പ്രസന്റിൽ നിങ്ങൾ കാണുന്ന ലൈഫല്ല ഞാൻ യൂട്യൂബിൽ ഡോക്യുമെന്റ് ചെയ്യാനും കാണിക്കാനും എല്ലാം വിചാരിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത്. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോലെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ വീഡിയോസ്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എൻ്റെ മുന്നോട്ടുള്ള ലൈഫിലാണ് ഞാൻ പ്രോപ്പറായിട്ട് വ്ളോഗിങ്ങും കാര്യങ്ങളെല്ലാം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കോളേജ് ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്റ് ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പോലെ നമ്മൾ ഇപ്പം എന്നെ പോലെ യൂട്യൂബ് തുടങ്ങിയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് കുറെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഉണ്ടാക്കി യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കുക, ഒരു മോണിറ്റൈസേഷൻ ആവാം എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബിലേക്ക് വന്നാൽ ഒരു കാര്യമില്ല. എൻ്റെ ഉദ്ദേശം അതല്ല. ഇനി ഫ്യൂച്ചറിൽ കാണാൻ പോകുന്ന വീഡിയോസാണ് എൻ്റെ ശരിക്കുമുള്ള വീഡിയോസ് എന്ന് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതും ഇപ്പം ഞാൻ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നതും എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് വീഡിയോസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ചാക്കെങ്കിലും കണക്ട് ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി അങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നില്ല. അപ്പം ഇതെല്ലാമാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ഒരു സമ്മറി പോലെ ലാസ്റ്റായിട്ട് പറയുന്നതാണെങ്കിൽ ഇതെല്ലാമാണ് ഞാനിപ്പോഴും വ്യൂവേഴ്സ് കുറഞ്ഞിട്ടും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഫുള്ളായിട്ട് ആരും കാണാഞ്ഞിട്ടും
ഞാനിപ്പോഴും വീഡിയോസ് സന്തോഷമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളും ഒരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇപ്പം ഗിവ് അപ്പ് ചെയ്യാൻ, ഇപ്പൊ നമ്മളൊരു കാര്യം തുടങ്ങി അത് ഗിവ് അപ്പ് ചെയ്യാൻ വേഗം ഈസി ആയിരിക്കും. പക്ഷെ അത് എന്ത് ഒരു പ്രോഫിറ്റ് പോലും ഇല്ലാണ്ടും മുന്നോട്ട് കൊണ്ടുവന്നതാണ് ശരിക്കുള്ളൊരു കറേജ് അല്ലേ. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അത് വേഗം തന്നെ പച്ച പിടിച്ചു പോകുമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ അത് 1 മന്തിൽ പച്ച പിടിക്കാം, ചിലപ്പോൾ അത് 2 ഇയേഴ്സിൽ പച്ച പിടിക്കാം. അതുവരെ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മളേതായ ഒരു റീസൺ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. അത് ബിസിനസ്സിലായാലും യൂട്യൂബിലായാലും ഏത് സോഷ്യൽ മീഡിയ ആയാലും അത് തന്നെയാണ് കാരണം. അപ്പം ഇന്ന് അത്രയാ പറയാനുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. Catch you in the next one. Peace.